അപ്പോൾ കണ്ടോ, ഇതെൻ്റെ പാഠ്യപുസ്തകമാണ്. എൻ്റെതല്ല, എൻ്റെ മോളുടെ ആണേ. മോളും പാട്ട് പഠിച്ചിട്ടുണ്ട്. അവൾ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പം മേടിച്ച പാഠ്യപുസ്തകമാണ് അത്. ഇത് കണ്ടോ, ഇതാണ് ശ്രുതി ബോക്സ്. മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. അവൾ പാട്ട് പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ് ഒത്തിരി ക്ഷേത്രങ്ങളിലൊക്കെ പാടിയിട്ടുമുണ്ട്. സ്കൂളിലൊക്കെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറാണ് പാട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സാറ് പ്രൈവറ്റായിട്ട് ഇങ്ങനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന സാറാണ്. സാറിൻ്റെ പേര് ശാന്താറാ സാറെന്ന് പറയും. അവിടെയാണ് ഞാനും പഠിച്ചത് കുറച്ച് കാലം. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ അത് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിൽ സങ്കടമുണ്ട്. ഞാൻ ഒരു പാട്ട് പാടാം. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് പാടാൻ പോകുന്നത്, നമ്മൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോൾ ആദ്യം പാടുന്ന സപ്തസ്വരങ്ങളാണ്. അത് 4 കാലങ്ങളിലാണ് പാടുന്നത്. അത് ഞാൻ ഒന്ന് പാടി നോക്കട്ടെ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. Sadi gama pada ni sa sa ni da pa ma ga ri sa. Sadi gama pada ni sa sa ni da pa ga ri sa. Sadi gama pada ni sa sa ni da pa ma ga ri sa. Sadi gama pada ni sa sa ni da pa ma ga ri sa. Sadi gama pada ni sa sa ni da pa ma ga ri sa. Gama pada ni sa sa ni da pa ma ga ri sa. Sadi gama pada ni sa sa ni da pa ഹായ് കൂട്ടുകാരെ, എൻ്റെ സൗണ്ട് ശരിയല്ല കേട്ടോ. 2-3 ദിവസം കൊണ്ട് എനിക്ക് നല്ല തൊണ്ടവേദനയും ജലദോഷമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം കടയിലും പോകുന്നില്ല, ജോലിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോഴേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പം പാട്ട് പാടുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇടറി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തങ്ങ് പാടാൻ പറ്റുന്നില്ല. കുറച്ചേ പാടാൻ പറ്റുന്നുള്ളൂ. എന്നാലും സൗണ്ട് ഒട്ടും ശരിയല്ല. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് കമൻ്റ് ഇടണം, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയറും ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാ ടാറ്റാ.